ഇവിടെ ഒരു പുല്ലും ചെയ്യാനല്ല എന്നെ തോന്നി. അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഇദ്ദേഹം കൂടെ ഉള്ളതാണ്. അവിടെ നിന്ന് പോയി വിശദീകരിച്ച് വെച്ച് വരട്ടെ. സുരേഷ് ഗോപി എന്നാ ഇവിടെ വന്നത്? സുരേഷ് ഗോപി എന്ന അരുവിക്കര ഇലക്ഷന്റെ ഡേറ്റിൽ അതിരാവിലെയാണ്. അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. അന്ന് തന്നെയാണ് അച്യുതാനന്ദൻ അവിടെ പോയി രമേ കണ്ടത്. അപ്പൊ BJP ആയിട്ട് അടുത്ത് നിൽക്കുകയാണ് NSS എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആണ് മാത്രം. ഞങ്ങൾ സാധാരണ സമ്മേളനം കൂട്ടുന്നതിന് മുമ്പ് എല്ലാവരും പോയി അവിടെ പോയി വിളക്ക് കൊടുത്ത് പുഷ്പാർച്ചന നടത്തി. അവിടുന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ നട അടച്ചിട്ട് കൂട്ടിയിട്ടേ പോയി. പക്ഷെ വിളക്കൊക്കെ അവിടെ കത്തി. സമ്മേളനം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് അവിടെ കയറി തുറന്ന് വിളക്ക് തിരിച്ച് ഞങ്ങൾ പോകും. ഇത് അടച്ചിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സുരേഷ് ഗോപി ഇവിടെ വന്ന് സെക്യൂരിറ്റിയോട് ഇരിക്കുന്ന പുഷ്പാർച്ചന. പക്ഷെ അങ്ങനെ അനുവദിക്കാറില്ല, അങ്ങനെ ആരും ചോദിക്കാറുമില്ല. പക്ഷെ ഞാൻ അത് സ്വല്പം ഒന്ന് ആലോചിച്ചപ്പോൾ കണ്ട നമുക്ക് സാരമില്ല. അതുകൊണ്ട് അയാളോട് പറഞ്ഞു തുറന്നു കൊടുക്കുക, പുഷ്പാർച്ചന നടത്തട്ടായിരുന്നു. പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞ് ഇദ്ദേഹത്തിന് അങ്ങോട്ട് വലിച്ചു കയറി വന്നു. അവിടെ പാർലമെന്റ് പോലെ തന്നെയാ ഞങ്ങളുടെ. ഒന്നും അറിവില്ലാത്തൊരു കുട്ടിയാണ്. ഈ ഡിസിപ്ലിനും അതൊന്നും അറിയാൻ പറ്റാത്ത ആളാണ്. അതിന്റെ പിന്നിൽ ഇതാണ്ടെന്ന് ലക്ഷ്യം. അത് തടഞ്ഞില്ലല്ലോ. അന്ന് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോയ ഉടനെ ചാനലുകാരൻ നിങ്ങളുടെ തന്നെ എടുത്തു നോക്കിക്കുക, ഇതിനകത്ത് ഇരിപ്പുണ്ട്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്ന് പറഞ്ഞു പോയതാ. അത് കഴിഞ്ഞ് പാർട്ടി നേതൃത്വത്തിന്റെ ആളുകൾ പോയി പുള്ളിയെ കൊണ്ട് തിരിച്ചു പറയുന്നു. അങ്ങനെയാണ് ആ ഇഷ്യൂ അവിടെ ഉണ്ടായത്. പിന്നെ ഇദ്ദേഹം വന്നപ്പോ നമ്മൾ സ്വീകരിച്ചല്ലേ, ഒക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചു, കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം കാറിലോട്ട് വരുന്നു. കുറെ നേരം ഇരുന്ന് NSSന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി അദ്ദേഹം കാറിലോട്ട് പോകുന്നു. ഞാൻ കൂടെ ചെന്ന് ഡോറ് ഞാൻ തന്നെ തുറന്നു കൊടുത്ത് അതേ അതിനകത്ത് കയറി. പുഷ്പാർച്ചന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു പുഷ്പാർച്ചന പോയാൽ മതിയെന്ന്. ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ. അതുപോലെ തന്നെ ആനന്ദഭൂഷൺ അദ്ദേഹവും ഗവർണറാണ്. ഇതുപോലെ ഒന്നും നന്നായിട്ട് നല്ല രീതിയിൽ അവരോട് പെരുമാറിയതിനു ശേഷം കാറെ കയറ്റി വിട്ടു. അദ്ദേഹവും ചോദിച്ചില്ല എന്നാ ഇവിടെ സമാധി മണ്ഡപത്തിൽ അന്ന് പുഷ്പാർച്ചന നടത്താൻ പറ്റുമോ, അങ്ങനെ ആരും ചോദിച്ചില്ല. ഇവർ രണ്ടുപേരും ചോദിച്ചില്ല. അവിടെയാണ് ഞാൻ തടസ്സപ്പെടുത്തിയെന്ന് പറയുന്നത്. ഞാൻ ഒരു മനുഷ്യരെ ഇന്ന് വരെ അതിനെ അവിടുത്തെ തടസ്സപ്പെടുത്തിയില്ല. ഞാൻ ഈശ്വരനെ പോലെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും സമുദായം ഒന്നടങ്കം കാണുന്നുണ്ട്. ഈ ഉപരാഷ്ട്രപതിയുടെ വിഷയത്തിലെ അവര് പറയുന്നത് ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് പരിശോധന നടത്താൻ അവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ദിവസം അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ് ഉപരാഷ്ട്രയുടെ വിഷയത്തിൽ പറയുന്നത്. ഉപരാഷ്ട്രപതി വന്ന വിഷയത്തില് അന്ന് ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നപ്പോ ചോദിച്ചപ്പോ വന്നില്ല എന്നുള്ളതാണ് അവര് പറയുന്നത്. അങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഈ SP കോളേജിൽ ഒരു പരിപാടിക്ക് അവരനുവാദം ചോദിച്ചത് അദ്ദേഹം അനുവദിച്ചു. അപ്പൊ 3 ഹെലികോപ്റ്റർ ഒരുമിച്ച് ഇറങ്ങണമെങ്കിൽ ഇവിടുത്തെ ഗ്രൗണ്ട് കൊടുത്തു. നമ്മളുടെ അനുവാദം ചോദിച്ചു കൊടുത്തു. ഇവിടെ ഉണ്ടാകുന്ന സർവ്വ അങ്ങോട്ട് ചെന്ന് നോക്കി കരടിത്തര പോലെ എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ച് ഇതാക്കി. ഞങ്ങൾ ഒറ്റ അക്ഷരം വേണ്ടി ചോദിച്ചപ്പോ എന്നാ SPG-കാര് അത് വെട്ടാൻ പറഞ്ഞാൽ അത് വെട്ടിക്കണം. ഇവിടെയൊക്കെ കൊലച്ച് മറിഞ്ഞ് കിടന്ന മാവൊക്കെ വെട്ടി ആ മാങ്ങ എന്നെ നശിപ്പിച്ച് കളഞ്ഞു.
അപ്പൊ നമ്മളിവിടെ പോലീസ് അധികാരികൾ അയ്യോ ഞങ്ങൾ അതിനകത്ത് ഇടപെടത്തില്ല. SPG എല്ലാത്തിനും അതീതമാണ്. വൈസ് പ്രസിഡന്റിനേക്കാൾ കൂടിയ അധികാരമാണ്. വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ പോലും SPG കേൾക്കണം. എന്തെങ്കിലും ആട്ടെ കഴിയട്ടെ. അന്ന് വൈകിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത പ്രോഗ്രാം അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നല്ലോ. അങ്ങനല്ലേ ഇവിടെ വന്നത്. അന്നൊന്നും ചോദിക്കാതെ ഈ തലേ ദിവസം ഇദ്ദേഹം വരുന്ന തലേ ദിവസം അവിടുത്തെ സെക്രട്ടറി ഇങ്ങോട്ട് വിളിച്ച് പുഷ്പാർച്ചന എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞത് മുമ്പ് ഒരു അനുഭവം ഉണ്ട്. ഈ SPGക്കാരുടെ നിന്ന് കൺട്രോൾ വിട്ടാവോ അവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതൊരു ക്ഷേത്രമാണ്. അവിടെ പട്ടിയെ കയറ്റി അന്വേഷിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കുകയല്ല. പട്ടി അപ്പുറത്ത് നിൽപ്പുണ്ട് സാറേ, 2 പട്ടി. അവിടെ എല്ലാം മണത്തേച്ച് നിൽക്കുക, ഇതിനകത്തോട്ട് കയറ്റി മണക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. അതിനകത്ത് ഇത് പറ്റിയല്ല എന്ന് പറഞ്ഞു. അങ്ങ് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞേച്ച് അകത്ത് കയറി തൊടുതേച്ച് ഇറങ്ങാറുന്നില്ല. അങ്ങനെയല്ലേ എല്ലാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ അങ്ങനെ SPGക്കാരകത്ത് കയറുക. ആരെങ്കിലും അങ്ങയുടെ ഒരു അംഗരക്ഷണം കൂടെ കാണും. അതാണ്. അതുകൊണ്ട് ആ സംഭവം എങ്ങനെ ഇതിലിപ്പോ സുരേഷ് ഗോപി പറഞ്ഞത് പെരുന്ന ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു. എന്തായിരുന്നു അത് ഉദ്ദേശിക്കുന്നത്? പെരുന്ന ഞങ്ങൾ ശുദ്ധീകരിക്കും എന്നാണ് സുരേഷ് ഗോപി. അല്ലെ അദ്ദേഹം അതിനേക്കാൾ എതിർപ്പ് അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഇദ്ദേഹം ഒക്കെ ഉള്ളതാണ്. അവിടെ നിന്ന് ശുദ്ധീകരിച്ച് വരട്ടെ. ഇത് അന്നും ഇതേപോലെ ക്ലാരിറ്റി വരുത്തിയതാണ്, വിഷയത്തില് വ്യക്തത വരുത്തിയതാണ്. ഈ സംഭവം ഉണ്ടായതിൽ ജനിച്ച പിന്നെ NSS കയറുന്നത് അന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താനായത് അതൊക്കെ എന്ത് ഈയിടെ എന്നതത്തിന് തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവരാരും അവര് തീർന്നിട്ടുള്ളതല്ലാതെ ഇവിടെ വേറെ ഞങ്ങൾക്കൊന്നും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇതില് അന്ന് ഒരു വ്യക്തത വരുത്തിയതാണ് ഈ വിഷയത്തിന് പിന്നാലെ. അപ്പൊ ഇവര് വീണ്ടും ഈ ഡൽഹിയുടെ പരിപാടിയിൽ വെച്ച് വീണ്ടും ഈ വിഷയം ആവർത്തിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളായിട്ട് ഉണ്ട്. അതിന്റെ പിന്നിലെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതാ പാവം പിടിച്ച വൈസ് പ്രസിഡന്റിനെ കൂടെ അതിനകത്ത് വലിച്ചേർക്കുന്നു. ഡൽഹിയിലുള്ള കരയോഗമാണ്. ആ കരയോഗം NSSുമായി ഒരു ബന്ധമില്ലാത്ത അവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കും. ആ കരയോഗക്കാർക്ക് നമ്മോട് ഈർഷ്യമുണ്ട്. കാരണം ലോകത്തെ മുഴുവൻ സംഘടനയാക്കാൻ വേണ്ടി അവരൊരു ശ്രമം നടത്തും. എന്നിട്ട് നമ്മുടെ മേലിൽ കുട പിടിക്കാൻ വേണ്ടി അത് നടന്നില്ല. ഇപ്പൊ ലോകം മുഴുവൻ നയന്മാരുണ്ട്. അവര് ഡൽഹിക്കാണോ വരുന്നത്, കേരളത്തിലേക്കാണോ വരുന്നത്? അവരുടെയൊക്കെ തർമ്മം വിടത്തില്ല. NSSുമായി ഒരു ബന്ധവുമില്ല. തീർത്ത് പറഞ്ഞു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ നിലപാട് അന്ന് സ്വാഗതം ചെയ്യിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ മര്യാദ ഈ രണ്ടുപേരെയും രാജീവ് ചന്ദ്രശേഖർ തിരുത്തുമ്പോൾ സ്വാഭാവികമായും തിരിച്ചറിയാൻ കഴിയുന്നതല്ലേ NSSുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു പരസ്യ പ്രതികരണം സുരേഷ് ഗോപി കുറച്ചുകൂടി ഒന്നെങ്കിൽ അവിടെ ഉള്ളവർ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രവർത്തനം ഉണ്ടാകും, കോസ്മിക് ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഇയാൾ എന്തുകൊണ്ടാണ് ചൂര് കൊണ്ട് അടിച്ചു വാരുമെന്നാണ് പറഞ്ഞത്. ഇയാളൊരു പുല്ലും ചെയ്യാനല്ല